മലയും പുഴയും ഒന്നാകെ രൗദ്രഭാവം പൂണ്ട് മഹാദുരന്തം വിതച്ച ചൂരൽമലയിൽ ഇന്ന് ബാക്കിയാവുന്ന ഒരാൽമരമുണ്ട്. ആ കുത്തൊഴുക്കിലും വേരുകൾ അറ്റുപോകാതെ പിടിച്ചു നിന്ന ഒരാൽമരം പുഴയിൽ നിന്ന് വഴിമാറി ഒഴുകുകയാണ്. ദുരന്തത്തിൻ്റെ ആദ്യ ദിനം ഈ ആൽമരം വടം കെട്ടിയാണ് രക്ഷാദൗത്യസേന ഒരുപാട് ആളുകളെ രക്ഷിച്ചത്. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദി കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോയി. നൈലോ, യൂഫ്രട്ടീസോ, യാങ്ഷിയോ, യമുനയോ നദികൾക്കെന്നെക്കാളും ഓർമ്മയുണ്ടാകാം ഇപ്പോൾ. ചൂരൽമലയിലെ ഈ ദുരന്തഭൂമിയിൽ പുന്നപ്പുഴ ആർത്തലച്ചു വന്നപ്പോൾ ബാക്കിയായത് ഈ ആൽമരം മാത്രമാണ്. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ആൽമരം. മലയോടത്ത് കലിതുള്ളി വന്ന ആ മഹാദുരന്തത്തെ ഒറ്റയ്ക്ക് താങ്ങിയ ആൽമരം വേരുകൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകിയ പുഴയെ പിന്നീട് കണ്ടതേയില്ല. മറുകരയിലൂടെ ഒഴുകാൻ തുടങ്ങിയിരുന്നു ആ മഹാനദി. മഹാദുരന്തത്തിൽ മനുഷ്യനും മൃഗങ്ങളും മരങ്ങളുമെല്ലാം ഒരുപോലെ മരണത്തിനു കീഴടങ്ങിയപ്പോൾ ചെറുത്തുനിൽപ്പിന്റെ പുതിയ പാഠമായി ആ ആൽമരം. കീഴെയുണ്ടായിരുന്ന ശിവക്ഷേത്രം പാടെ ഒഴുകിപ്പോയി. പക്ഷേ മുണ്ടക്കൈയിലും അട്ടമലയിലും ബാക്കിയുണ്ടായിരുന്ന ജീവനുകൾ രക്ഷപ്പെട്ടത് ഈ ആൽമരത്തിന്റെ കൈത്താങ്ങ് കൊണ്ടായിരുന്നു. മറുകരയിൽ കുതിച്ചൊഴുകുന്ന നദിയെ ഭേദിച്ച് അട്ടമലയിലും മുണ്ടക്കൈയിലും എത്തിപ്പെടുക എന്നത് സൈനികർക്ക് ഏറെ പ്രയാസകരമായിരുന്നു. മുണ്ടക്കൈയിലും അട്ടമലയിലും ബാക്കിയായ ജീവനുകളെ രക്ഷിക്കാൻ ഈ മഹാവൃക്ഷത്തെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. കരുത്തനായ ആൽമരത്തിൽ ഒഴുക്കിനെ ഭേദിച്ചെത്തിയ സൈനികർ വടം കെട്ടിയാണ് ഓരോ ജീവനുകളായി പുറത്തേക്കെത്തിച്ചത്. ഈ മരം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു മാർഗം അസാധ്യമായിരുന്നു. ആദ്യ ദിനങ്ങളിൽ മഹാദുരന്തത്തെ നെഞ്ചുവിരിച്ച് നേരിട്ടത് എങ്ങനെയാണോ അതേ കരുത്തോടെയാണ് ഈ ആൽമരം ഓരോ മനുഷ്യജീവനെയും അക്കരെ എത്തിക്കാൻ കരുത്തോടെ അടിപതറാതെ നിന്നത്. ഒരുപക്ഷെ ഇതിന്റെ വേരുകൾ അത്രമേൽ ആഴത്തിൽ പതിച്ചിരിക്കാം. കഴലിൽ ചിറകുള്ള സഞ്ചാരപ്രിയനായ പുഴ ഗതിമാറിയൊഴുകി മറുകരയിലെത്തി. മരം ബാക്കിയാവുകയാണ്. ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.